ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക ആപ്ലിക്കേഷനാണ്. നമ്മുടെ മിക്ക ആളുകളുടെയും മൊബൈലുകളിൽ പല ആപ്പുകളും ഇൻബിൽട്ടായിട്ടും മറ്റും ഉണ്ടാകാറുണ്ട്. അതിൽ പലതിൻ്റെയും ഉപയോഗം പലർക്കും അറിയില്ല. എന്നാൽ അറിയുന്നവർ അതത്ര ശ്രദ്ധിക്കാറുമില്ല. മിക്കവരുടെയും മൊബൈലുകളിൽ ഉള്ളതും അത്ര ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ്. കമ്പ്യൂട്ടർ അറിയുന്നവർക്കും അറിയാത്തവർക്കും അത് ഉപയോഗിക്കാൻ എളുപ്പമാണ്, പ്രത്യേകിച്ച് ഫോണിൽ ആയതുകൊണ്ട് തന്നെ. ചില ആളുകളുടെ ഫോണുകളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ അത് വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ്. ഇനി എന്തൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന്, നമ്മൾ വേർഡിൽ ടൈപ്പ് ചെയ്യാറുണ്ട്. അതിൽ എക്സല്, പവർ പോയിന്റ് എന്നിവ നമ്മൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിലും ചെയ്യാവുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റൊന്നാണ്, നമ്മൾ പലരും പല ആപ്ലിക്കേഷനുകളും സ്കാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ഡൗൺലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് അതും ചെയ്യാൻ കഴിയുമെന്നാണ് അതിന്റെ ഒരു പ്രത്യേകത. മറ്റൊന്നാണ്, ഇമേജ് സ്കാൻ ചെയ്ത്, അതായത് ഒരു ഇമേജിൽ വേർഡ്സുകൾ കാണാം. ആ വേർഡ് ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ ആ ന്യൂസ് പേപ്പർ സ്കാൻ ചെയ്ത് അതിന്റെ വേർഡ്സ് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ്, കോപ്പി ചെയ്ത് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ PDF വേർഡിലേക്കും വേർഡിൽ നിന്ന് PDF ഒക്കെ കൺവേർട്ട് ചെയ്യാനും മറ്റൊന്ന് QR കോഡ് സ്കാൻ ചെയ്യാനും പറ്റും എന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനും ഇത് ഉപയോഗിക്കും. മാത്രമല്ല, അത് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ ഫയലുകൾ ഷെയർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇനി അത് എങ്ങനെയാണെന്നുള്ളത് അതിന്റെ വീഡിയോ നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. നമുക്ക് ഓപ്പൺ ചെയ്താൽ കാണുന്ന ഇന്റർഫേസാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. മുകളിൽ റീസെന്റ് ഫയൽ, ഓപ്പൺ ചെയ്ത ഫയലാണ്. പിന്നെ PDF, വേർഡ്, സ്കാൻസ്, മോർ പ്രസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഇന്റർഫേസ്. മറ്റൊന്നാണ് ക്രിയേറ്റ്. പ്രസ് ബട്ടൺ കാണാം, അത് ക്രിയേറ്റ്. നമുക്ക് നോക്കാം, അവിടെ നോട്ട്, സ്കാൻ, വോയിസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, PDF ഫോംസ് എന്ന് ബട്ടൺ കാണാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഇന്റർഫേസ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് നോക്കാം. വേർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്കാൻ ടെക്സ്റ്റ്, ഡിക്റ്റേറ്റ്, ബ്ലാങ്ക് ഡോക്യുമെന്റ്, ക്രിയേറ്റ് ഫ്രം ടെംപ്ലേറ്റ്സ് ഓൾറെഡി നമുക്ക് ഒരു ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് ചെയ്യാവുന്ന ബ്ലാങ്ക് ഡോക്യുമെന്റ്സ് എടുത്ത് നമുക്ക് ചെയ്യാവുന്ന എങ്ങനെ നോക്കാം. ഇവിടെ ബ്ലാങ്ക് ഡോക്യുമെന്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് അത് സെലക്ട് ചെയ്ത് നമുക്ക് വേർഡിൽ എന്തൊക്കെ നമ്മൾ ചെയ്യും അതൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കളർ ചേഞ്ച് ചെയ്യാനും ടെക്സ്റ്റ് കോപ്പി ചെയ്യാനും ഒക്കെ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് ബുള്ളറ്റിൻ നമ്പർ, ലിസ്റ്റ്, ഹൈലൈറ്റ്, കളർ, അതുപോലുള്ള ഒട്ടുമിക്ക ഓപ്ഷൻസുകളും നമുക്കിതിൽ കാണാവുന്നതാണ്. നമുക്ക് ആ മുകളിൽ കാണുന്ന 3 ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ സേവ് പ്രസ് ചെയ്ത് നമുക്കിതിന് റീനെയിം ദിസ് ഫയൽ വേണമെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ സേവ് ചെയ്യാം. ഓട്ടോ സേവ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്യുന്നത് അവിടെ സേവ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇതുകൊണ്ട് ആ OneDriveന്റെ ഓപ്ഷൻ കാണിക്കുന്നത്. അതല്ല, ദിസ് ഡിവൈസാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോൺ മെമ്മറിയിൽ തന്നെ സേവ് ആവുന്നതാണ്. അതുപോലെ ക്രിയേറ്റ് പ്രസ് ചെയ്താൽ നമുക്ക് എക്സൽ ചെയ്യാം, പവർ പോയിന്റ് ചെയ്യാം, പിന്നെ PDF ഫോംസ്. നമുക്കിനി ഒരു PDF ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് സ്കാൻ ടു PDF, പിക്ചർ ടു PDF, ഡോക്യുമെന്റ് ടു PDF വേണം. നമുക്കൊന്ന് സ്കാൻ ചെയ്തെടുക്കാം. അത് നമുക്ക് ക്രോപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അതവിടെ സേവ് ആയി. ഇനി ക്രിയേറ്റ് പ്രസ് ചെയ്ത് നമുക്ക് കാണുന്ന PDF മറ്റൊരു ഓപ്ഷനാണ് ഡോക്യുമെൻറ്റ് ടു PDF. ഓപ്പൺ ചെയ്ത് കൊടുത്ത് നമുക്കൊരു ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് PDF കൺവേർട്ട് ചെയ്യാം.
നമുക്ക് കൺവേർട്ടിംഗ് ടു PDF എന്ന് കാണാം. അപ്പോൾ അത് PDF കൺവേർട്ടായി. ഇപ്പോൾ PDF ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് പിക്ചർ ടു PDF മറ്റൊരു ഓപ്ഷനാണ്. നമുക്ക് ആ പിക്ചർ PDF ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു പിക്ചർ ഓപ്പൺ ചെയ്തിട്ട് സെലക്ട് ചെയ്ത് അതിനുശേഷം അത് PDF കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതിന് വീണ്ടും ആഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പിക്ചറും കൂടി ആഡായി അങ്ങനെ അതിലേക്ക് തന്നെ ആഡായിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ക്രോപ്പ് ചെയ്ത് അത് PDF കൺഫേം കൊടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് PDF കൺവേർട്ട് ആവും. ഇത് നമുക്ക് ഇതിലുള്ള ഒരു ഓപ്ഷനാണ് സ്കാൻ. നമുക്ക് കൺഫേം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഡോക്യുമെൻ്റായി സേവ് ചെയ്യാവുന്നതാണ്. നമുക്ക് PDF നമുക്ക് എഡിറ്റ് സൈൻ ചെയ്ത് സെൻഡ് ചെയ്യാവുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം കാണുന്ന പെന്നിൻ്റെ ഐക്കൺ നോക്കാം. സൈൻ എ PDF. നമുക്ക് ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ്റെ സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. ഏത് ഭാഗത്താണ് വേണ്ടത് അവിടെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി മോർ എന്ന 3 ഡോട്ട് പ്രസ് ചെയ്യുക. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. എഡിറ്റ്, അതുപോലെ പ്രിൻ്റ് ചെയ്യാനും സേവ് ചെയ്യാനും ആഡ് ടെക്സ്റ്റ് ടു PDF നമുക്ക് നോക്കാം. ഒരു ടെക്സ്റ്റ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ കാണുന്ന മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് കൺവേർട്ട് ടു വേർഡ്. ഇപ്പോൾ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്തു ഈ ഫയൽ. ഇപ്പോൾ ഇത് വേർഡ് ഫോർമാറ്റിലാണ് ഉള്ളത്. ഇതുപോലെ ഒരുപാട് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് വളരെയധികം ഉപകരിക്കുന്നതാണ്.